സന്ധ്യ മയങ്ങിയതേയുള്ളൂ. രേഷ്മ കുളി കഴിഞ്ഞ് കുളിമുറിയിൽ നിന്ന് പുറത്തേക്കിറങ്ങി. പഴയ തൊഴുത്തിൻ്റെ എതിർവശത്തായിട്ടായിരുന്നു കുളിമുറി. കുളി കഴിഞ്ഞിറങ്ങുമ്പോൾ പതിവ് പോലെ തൊഴുത്തിൻ്റെ തിണ്ണയിൽ അമ്മായിയച്ഛൻ വിമുക്ത ഭടൻ അരവിന്ദൻ പിള്ള ഇരിപ്പുണ്ടായിരുന്നു. നരച്ച താടിരോമങ്ങളും അധികം മെലിയാത്ത ശരീരവുമുള്ള 6 അടി പൊക്കക്കാരനായിരുന്നു അരവിന്ദൻ പിള്ള. തൻ്റെ കുളിശബ്ദം കേൾക്കാനാണ് അമ്മായിയച്ഛൻ അവിടെ ഇരിക്കുന്നതെന്ന് രേഷ്മയ്ക്ക് നല്ല ബോധ്യമുണ്ട്. തലയിൽ വെള്ള നിറത്തിലെ തോർത്തുകൊണ്ട് കുടുമ കെട്ടി മഞ്ഞയിൽ കറുത്ത പൂക്കളുള്ള ചുരിദാർ ടോപ്പ് മാത്രം ധരിച്ചുകൊണ്ടാണ് രേഷ്മ പുറത്തേക്കിറങ്ങിയത്. അമ്മായിയച്ഛൻ അരവിന്ദൻ പിള്ളയുടെ കണ്ണുകളുടെ കള്ളനോട്ടത്തിൽ നാണിച്ചു നിന്നു. സ്വർണ്ണ കൊലുസിട്ട രേഷ്മയുടെ കണങ്കാലുകൾ അരവിന്ദൻ പിള്ളയെ ചിണുങ്ങി വിളിച്ചു. നേർത്ത കറുത്ത രോമരാജികൾ അഴകു തീർത്ത ആ കണങ്കാലിലേക്ക് അരവിന്ദൻ പിള്ളയുടെ കണ്ണുകൾ കൊരുത്തിറങ്ങി. അച്ഛാ, കിച്ചുമോനെ ട്യൂഷനിൽ നിന്ന് വിളിക്കാൻ പോകുമ്പോൾ നാളെയും മറ്റന്നാളും വരില്ലെന്ന് പറയണേ. ആ, പറയാം മോളെ. നാളെ വെള്ളി ശനി. ഓ, ഇനി തിങ്കളാഴ്ചയെ ട്യൂഷനുള്ളൂ അല്ലേ? ആട്ടെ, മോൾ അവിടെ പോയിട്ട് എന്നാ വരിക? അരവിന്ദൻ പിള്ള ഇരുന്നിടത്ത് നിന്ന് എണീറ്റു. രേഷ്മ തലയിൽ ഈർപ്പൻ പോകാൻ കെട്ടിയിരുന്ന തോർത്തഴിച്ച് ഒന്ന് കുടഞ്ഞു. ശക്തിയായ ആ കുടച്ചിലിൽ അരവിന്ദൻ പിള്ള അതിലേക്കൊന്ന് നോക്കി നിന്ന നേരം രേഷ്മ പറഞ്ഞു, അതെ അച്ഛാ, നാളെ രാവിലെ ഞാൻ കിച്ചൂട്ടനെ വീട്ടിലാക്കിയിട്ട് നേരെ തലശ്ശേരിക്ക് പോകും. ജ്യോതി ടീച്ചർ റെയിൽവേ സ്റ്റേഷനിൽ കാണും. ഞങ്ങൾ തലശ്ശേരിയിൽ പ്രൊജക്റ്റ് തയ്യാറാക്കിയിട്ട് ശനിയാഴ്ച വൈകിട്ട് തിരിച്ചെത്തും. നേരെ വീട്ടിലേക്ക് പോയി ഞായറാഴ്ച കിച്ചൂട്ടനെയും കൂട്ടി ഇങ്ങെത്താം. അച്ഛനുള്ള ഫുഡ് അമ്പിമാമി കൊണ്ടുതരും. ആ, ദിലീപ് വിളിച്ചപ്പോൾ പറഞ്ഞു മോളെ. പിന്നെ അവൻ നാളെ ഷാർജയിലോട്ട് കൂട്ടുകാരുടെ അടുത്തേക്ക് പോകുമെന്ന് പറഞ്ഞു. അവർക്കവിടെ എന്തോ ഭജനയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. ഭജനയോ? രേഷ്മ ഊറി ചിരിച്ചുകൊണ്ട് ചോദിച്ചു. ആ, അതേ മോളെ. നീ BEd നന്നായി പഠിച്ച് പാസ്സാകാനാണെന്ന് തോന്നുന്നു. സജിത്ത് അത്രയ്ക്കങ്ങ് ഈശ്വരവിശ്വാസിയായത്. ആണച്ചാ, ആണ്. രേഷ്മ അകത്തേക്ക് നടന്നു. നടക്കുന്നതിനിടയിൽ അവൾ ശബ്ദം താഴ്ത്തി പറഞ്ഞു, മോൻ വീക്കെൻഡ് കൂട്ടുകാർക്കൊപ്പം വെള്ളമടിച്ച് ആഘോഷിക്കാനാണ് പ്ലാനെന്നുള്ള കാര്യം അച്ഛൻ അറിയില്ലല്ലോ. രേഷ്മ മുറിയിൽ കയറി അലമാരിയുടെ ലോക്ക് തുറന്നപ്പോൾ അരവിന്ദൻ പിള്ള പുറത്ത് ഹോണ്ട ആക്റ്റീവ സ്റ്റാർട്ട് ചെയ്ത് 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന കൊച്ചുമകൻ കിച്ചുവിനെ ട്യൂഷൻ ക്ലാസ്സിൽ നിന്ന് വിളിക്കാൻ പോയി. BEd 1ാം വർഷ വിദ്യാർത്ഥിനിയാണ് രേഷ്മ. ഭർത്താവ് ദിലീപ് ദുബായിൽ ഇലക്ട്രീഷ്യൻ സൂപ്പർവൈസറായി ജോലി ചെയ്യുന്നു. കേരളത്തിലെ ഹിസ്റ്റോറിക്കൽ പ്ലേസിനെ കുറിച്ച് പ്രൊജക്റ്റ് തയ്യാറാക്കുവാൻ തലശ്ശേരി കോട്ടയിലേക്ക് പോവുകയാണ് നാളെ. ഗൈഡായി കൂടെ പോകുന്നത് BEd ടീച്ചറായ ജ്യോതിയാണ്. ഒരു വിനോദയാത്ര പോലെയാണ് രേഷ്മയ്ക്ക് ആ യാത്ര തോന്നിയത്. കാരണം മറ്റൊന്നുമല്ല, വിവാഹത്തിന് ശേഷം കുടുംബ പ്രാരാബ്ദങ്ങളുമായി മുന്നോട്ട് പോയപ്പോൾ ഇത്തരം യാത്രകളൊക്കെ നഷ്ടമായിരുന്നു. എന്നാൽ യാത്ര ജ്യോതി ടീച്ചറിനൊപ്പം ആയതിനാൽ രേഷ്മയ്ക്ക് അതൊരു വലിയ സന്തോഷം കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല. ജ്യോതി ടീച്ചറിൻ്റെ ഒരുക്കങ്ങൾ എന്തൊക്കെയായി എന്നറിയുവാനായി രേഷ്മ തൻ്റെ മൊബൈൽ ഫോണിൽ ടീച്ചറിൻ്റെ നമ്പർ ഡയൽ ചെയ്തു. KSRTC കണ്ടക്ടറായ ഭർത്താവ് സജിത്ത് ഡ്യൂട്ടി കഴിഞ്ഞ് വന്ന സമയമായിരുന്നു. ജ്യോതിക്ക് നാളെ തലശ്ശേരിയിൽ പോകേണ്ടത് കൊണ്ട് നൈറ്റ് ഡ്യൂട്ടി ഡേ ഡ്യൂട്ടിയാക്കി മാറ്റിയിരിക്കുകയായിരുന്നു സജിത്ത്. ആ രേഷ്മ, ഞാൻ എല്ലാ കാര്യങ്ങളും അറേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. രേഷ്മയുടെ ഫോൺ കോളിന് ജ്യോതി ടീച്ചർ മറുപടി നൽകി. ഞാൻ കരുതി ഇന്നിന് വരാൻ പറ്റില്ല എന്ന്. സമയം 8ആയി. വേഗം കുളിച്ചിട്ട് വരാം. മക്കൾക്ക് ചോറ് കൊടുത്ത് അപ്പുറത്തെ മുറിയിൽ ഉറക്ക്. ജ്യോതി ഫോൺ വെച്ച് കഴിഞ്ഞ് ഭർത്താവ് സജിത്ത് പറഞ്ഞു. അറ്റാച്ച്ഡ് ബാത്റൂമിലേക്ക് പോകുവാൻ അയാൾ ടർക്കിയും ഉടുത്ത് കട്ടിലിരിക്കുകയായിരുന്ന ജ്യോതിയുടെ മുന്നിൽ ചെന്ന് നിന്നു. മക്കൾ TV കാണുകയല്ലേ? സജിത്ത് ജ്യോതിയുടെ തോളിൽ കൈവച്ചു. ആ മോനൂസേ, എനിക്ക് മനസ്സിലായി മോനൂസേ. ജ്യോതി ഭർത്താവിൻ്റെ കൈ പിടിച്ച് മാറ്റി. ഇന്നും എനിക്ക് പട്ടിണിയാണോ വിധി? സിഫർ കളിക്കാൻ ഇപ്പോൾ പറ്റില്ല. മക്കൾ കയറി വരുമെന്ന ബോധം വേണോ കേട്ടോ. ജ്യോതി കട്ടിലിൽ നിന്ന് എഴുന്നേറ്റു. പക്ഷേ സജിത്തിന് വിടാൻ ഭാവമില്ലായിരുന്നു. കഥ കടച്ചിട്ടില്ല സുജിത്തേട്ടാ. മുറിയുടെ കഥകല്ലേ, നമുക്ക് കുളിമുറിയുടെ കഥകം അടയ്ക്കാന്നേ. ഉടുത്തിരുന്ന ടർക്കി ഊരി വാൾ സ്റ്റാൻഡിലേക്കിട്ടിട്ട് സജിത്ത് കുളിമുറിയുടെ കതക് ലോക്ക് ചെയ്തു. ഞാൻ കുളിച്ചതാ സജിത്തേട്ടാ.
സാരമില്ല, ഒരു കളിയും ഒരു കുളിയും കൂടി ആവാം, അത് കുഴപ്പമില്ല ജ്യോതി മോളെ. സജിത്ത് ഷവർ തുറന്ന് ജ്യോതി അതിനടിയിലേക്ക് പിടിച്ചു നിർത്തി. കളിഭ്രാന്തനായ ഭർത്താവിൻ്റെ ഇഷ്ടങ്ങൾക്ക് ഓരോ തവണയും വഴങ്ങിക്കൊടുക്കുകയാണ് ജ്യോതി. ഓരോ തവണയും സജിത്ത് നിർബന്ധിക്കുമ്പോൾ അതിന് കീഴ്പ്പെടുകയാണ് ആ 36-കാരിയായ B.Ed ടീച്ചർ ചെയ്തിരുന്നത്. ഇന്നും പതിവ് തെറ്റിയില്ല. അടച്ചിട്ടിരുന്ന കുളിമുറിയിൽ അവരുടെ കാമലീലകൾ ആരംഭിക്കുകയായിരുന്നു. ചുമരിൽ ക്ലോക്കിനടിയിൽ നിന്നും 2 പല്ലികൾ ചാടിയിറങ്ങി കലണ്ടറിനടിയിലേക്ക് നൂണ്ടുകയറി. അത്താഴം കഴിച്ച ശേഷം അരവിന്ദൻ പിള്ള ഫ്രിഡ്ജിൽ നിന്നും ആപ്പിൾ എടുത്ത് മുറിച്ച് കഴിക്കുവാൻ എത്തിയതായിരുന്നു. അടുക്കളയിൽ മരുമകൾ രേഷ്മ പാത്രങ്ങൾ കഴുകുന്നു. ഇയർപോഡിൽ ആരോടോ ഫോണിൽ സംസാരിക്കുന്നുണ്ട്. ഒരു അസൈൻമെൻറ്റ് കൂടി തീർക്കാനുണ്ട്. ഇട്ടുകൊണ്ട് പോവേണ്ട ചുരിദാർ പോലും അയൺ ചെയ്തിട്ടില്ല. കിച്ചൂട്ടൻ ഉറങ്ങി. അച്ഛൻ ദാ ആപ്പിൾ മുറിക്കുന്നു. ആരാ മോളെ? അരവിന്ദൻ പിള്ള രേഷ്മയോട് ആംഗ്യത്തിൽ ചോദിച്ചു. വീട്ടിൽ നിന്ന് അമ്മയാ. രത്നമ്മയെ തിരക്കിന്ന് പറഞ്ഞേക്ക്. രാമചന്ദ്രൻ കിടന്നോ? അരവിന്ദൻ പിള്ള രേഷ്മയുടെ അച്ഛൻ്റെയും അമ്മയുടെയും പേരെടുത്ത് പറഞ്ഞ് കുശലാന്വേഷണം നടത്തി. ആപ്പിളിൻ്റെ നെടുകെ പിളർന്ന 2 കഷ്ണം അയാൾ രേഷ്മയുടെ നേരെ നീട്ടിയിട്ട് പാത്രം കഴുകിക്കഴിഞ്ഞ് എടുത്തോ മോളെ എന്ന് പറഞ്ഞ് ഫ്രിഡ്ജിന് മേലേക്ക് വെച്ചു. രേഷ്മ നല്ല തിരക്കിലായിരുന്നു. തിങ്കളാഴ്ച സബ്മിറ്റ് ചെയ്യേണ്ട ഒരു അസൈൻമെൻറ്റ് എഴുതി തീർന്നിട്ടില്ല. മോളെ, ഏത് തുണിയൊക്കെ അയൺ ചെയ്യേണ്ടത്? അച്ഛൻ ചെയ്തു തരാം. ഫോൺ കട്ട് ചെയ്ത് കഴുകിയെടുത്ത പ്ലേറ്റുകൾ റാക്കിലേക്ക് വെക്കുകയായിരുന്നു രേഷ്മ. അയ്യോ വേണ്ടച്ചാ. എന്തു വേണ്ടാന്ന്? ഞാൻ ചെയ്തു തരാം മോളെ. അരവിന്ദൻ പിള്ള തടിച്ചു കൊഴുത്ത് കുറുകി നിൽക്കുന്ന ചരക്ക് മരുമകളോട് ദ്വയാർത്ഥത്തിലാണത് പറഞ്ഞത്. വേണ്ടച്ചാ, ഞാൻ ചെയ്തോളാം. മോള് പോയി അസൈൻമെൻറ്റ് എഴുതിക്കോ, ഞാൻ തേച്ച് തരാം. ഏത് ഡ്രസ്സാ? വേണ്ടച്ചാ. അല്ല, പറ മോളെ. റൂമിൽ കസേരയിൽ കിടപ്പുണ്ടച്ചാ, ഒടുവിൽ രേഷ്മ പറഞ്ഞു. അരവിന്ദൻ പിള്ള മരുമകളുടെ കിടപ്പുമുറിയിലേക്ക് കയറി. കസേരയിൽ അലക്കിയ തുണികൾ കൂട്ടിയിട്ടിരിക്കുന്നു. ഏതാ മോളെ എടുക്കേണ്ടത്? അച്ഛാ, ആ സിഗരറ്റ് പാൻ്റ് എടുക്ക്. സിഗരറ്റ് പാൻറ്റോ? എന്തൊക്കെ പേരാ മോളെ? അരവിന്ദൻ പിള്ള ചിരിച്ചു. അച്ഛന് ചിരി വന്നോ? എങ്ങനെ ചിരിക്കാതിരിക്കും മോളെ, എന്തൊക്കെ പേരാ? അതെ അച്ഛാ, ആ കാലിൻ്റെ അടിവശം മുകളിലേക്ക് ചുരുണ്ടിരിക്കുന്ന മഞ്ഞ പാൻറ്റില്ലേ, അതാണ് സിഗരറ്റ് പാൻറ്റ്. രേഷ്മ അടുക്കളയിൽ നിന്ന് വിളിച്ചു പറഞ്ഞു. അരവിന്ദൻ പിള്ള കസേരയിൽ കഴുകിയിട്ട തുണികൾക്കിടയിൽ അതിൽ രേഷ്മയുടെ മെറൂൺ നിറത്തിലെ വസ്ത്രങ്ങൾ കണ്ടപ്പോൾ അയാൾക്ക് ഓമനിക്കാതിരിക്കാൻ കഴിഞ്ഞില്ല. രേഷ്മ മുറിയിലേക്ക് വരുമ്പോൾ കാണുന്നത് അയ്യച്ചനെയാണ്. സ്തബ്ധയായി പോയി. ഒരു നിമിഷം എന്ത് ചെയ്യണമെന്നറിയാതെ രേഷ്മ പകച്ചു നിന്നു. മരുമകൾ അവിടേക്ക് വന്നുവെന്ന് അരവിന്ദൻ പിള്ള അറിഞ്ഞില്ല. രേഷ്മ നിശബ്ദയായി അത് നോക്കി നിന്നു. അവൾക്ക് വല്ലാത്ത കൗതുകവും ഒപ്പം തന്നെ ഒരു വല്ലായ്മയും ഉണ്ടായി. പരിസരബോധം വന്ന അരവിന്ദൻ പിള്ള ആ നിൽപ്പിൽ നിന്ന് മോളെ രേഷ്മ എന്ന് വിളിച്ചപ്പോൾ ആ അച്ഛാ, ഞാനിവിടെ ഉണ്ടെന്ന് രേഷ്മ അറിയാതെ പറഞ്ഞു പോയി. അരവിന്ദൻ പിള്ള പ്രായമായി തിരിഞ്ഞതും മുന്നിൽ രേഷ്മ. ഇതെന്താ അല്ലേ മോളെ? എന്താ അച്ഛാ? രേഷ്മയുടെ ചോദ്യത്തിൽ വിറയലുണ്ടായിരുന്നു. എന്തെല്ലാം പുതിയ ഡ്രസ്സാ അല്ലേ? അരവിന്ദൻ പിള്ള മരുമകളുടെ മുന്നിൽ വിക്കി. രേഷ്മയ്ക്കൊന്നും പറയാൻ കഴിഞ്ഞില്ല. അവൾ വിറങ്ങലിച്ച് നിന്നു. അരവിന്ദൻ പിള്ളയുടെ ഭാര്യ, അതായത് രേഷ്മയുടെ അമ്മായിയമ്മ മരിച്ചിട്ട് 20 വർഷമായി. വിമുക്ത ഭടനായ അരവിന്ദൻ പിള്ള ആരോഗ്യ ദൃഢഗാത്രനാണ്. രേഷ്മയുടെ ഭർത്താവ് അതായത് ദിലീപ് 5 വർഷമായിട്ട് വിദേശത്ത് തന്നെയാണ്. കൊറോണ കാരണം അവധിക്ക് നാട്ടിൽ വരാൻ കഴിഞ്ഞിരുന്നില്ല. രേഷ്മയുടെ B.Ed പഠനത്തിന് ശേഷം മാത്രമാണ് ഇനി വരികയുള്ളൂ എന്നാണ് തീരുമാനം. എന്തായാലും അമ്മായിയപ്പനും മരുമകളും നല്ല കഴപ്പിൽ ജീവിക്കുകയായിരുന്നു. രേഷ്മ അറിയാതെ തല കുമ്പിട്ട് നിന്നു. അരവിന്ദൻ പിള്ള കസേരയിൽ നിന്ന് രേഷ്മയുടെ സിഗരറ്റ് പാൻ്റ് എടുത്തു. ഇതെന്താ മോളെ, ഇതിൻ്റെ കാലിൻ്റെ അറ്റമൊക്കെ ചുരുണ്ടിരിക്കുന്നത്? അരവിന്ദൻ പിള്ള രേഷ്മയുടെ മുന്നിലേക്ക് നീങ്ങി നിന്നു. അത് ഫാഷനാ. ഇത്രയും ചെറുതാകുമ്പോൾ മോളുടെ കാലൊക്കെ കാണാമല്ലേ? അരവിന്ദൻ പിള്ള രേഷ്മയുടെ മുഖത്തേക്ക് നോക്കി. അല്ലെങ്കിലും മോളുടെ കാലിന് വല്ലാത്ത ഭംഗിയാട്ടോ. അരവിന്ദൻ പിള്ള മരുമകൾ രേഷ്മയുടെ തോളിൽ കൈവച്ചു.
രേഷ്മ വാതിൽപ്പടിയോട് ചേർന്ന് നിന്നതല്ലാതെ അമ്മായിയച്ഛൻ്റെ കൈയെടുത്ത് മാറ്റുവാൻ മുതിർന്നില്ല. പിള്ള രേഷ്മയുടെ കണ്ണുകളിലേക്ക് നോക്കി. ആ കണ്ണുകളിൽ ലജ്ജ കൂടുകൂട്ടി തിളങ്ങി നിൽക്കുന്നു. ഞാനൊരു കാര്യം പറഞ്ഞാൽ മോൾക്ക് ഇഷ്ടപ്പെടുമോ എന്നറിഞ്ഞുകൂടാ. എന്താ അച്ഛാ? അല്ലെങ്കിൽ വേണ്ട. അരവിന്ദൻ പിള്ള അല്പം സങ്കടം അഭിനയിച്ചു. സാരമില്ല, പറഞ്ഞോളൂ, അച്ഛന് ഞാനൊന്നും പറയില്ല. രേഷ്മയുടെ വാക്കുകൾ പിള്ളയിൽ ആത്മവിശ്വാസമുളവാക്കി. പിള്ള രേഷ്മയുടെ കവളിൽ തൊട്ടു. രേഷ്മയുടെ ഇരു തോളുകളും ഞെട്ടി മുകളിലേക്ക് ഉയർന്നു. വിമ്മിഷ്ടപ്പെട്ട് അവൾ പിള്ളയുടെ മുഖത്തേക്ക് നോക്കി. മോൾക്ക് അച്ഛൻ ഇവിടെ ഒരു കിസ് തരട്ടെ? രേഷ്മ പിന്നെയും ഞെട്ടി. അവളുടെ തടിച്ച കീഴ്ചുണ്ട് മെല്ലെ വിറച്ചു. അമ്മായിയച്ഛനോട് എന്തു മറുപടി പറയണം എന്നവൾക്കറിയില്ലായിരുന്നു. ഉള്ളിൽ തിളച്ചുമറിയുന്ന കാമുണ്ടെങ്കിലും രേഷ്മയ്ക്ക് നല്ല പരിഭ്രമം തോന്നി. എന്തു പറയണമെന്നറിയാത്ത അവസ്ഥ. അമ്മായിയച്ഛൻ്റെ പ്രവൃത്തി ശരീരത്തെ ചൂട് പിടിപ്പിച്ചിട്ടുണ്ട് എന്ന് രേഷ്മയ്ക്ക് മനസ്സിലായി. ഒരുപക്ഷേ താനിപ്പോൾ എതിർത്താൽ ഇനി ഒരിക്കലും അമ്മായിയച്ഛൻ ഇങ്ങനൊരു പ്രവൃത്തി ചെയ്യില്ലായിരിക്കാം. കാമപരവശയായി നിന്ന രേഷ്മയ്ക്ക് അമ്മായിയച്ഛൻ്റെ മുഖത്ത് നോക്കി പുഞ്ചിരിക്കാതിരിക്കാനായില്ല. മരുമകളുടെ പുഞ്ചിരി കണ്ട ഉടനെ പിള്ള കാമപരവശനായി തൻ്റെ ചുണ്ടുകൾ രേഷ്മയുടെ കവിളിന് നേരെ അടുപ്പിച്ചു. രേഷ്മയുടെ വലത്തെ കവിളിൽ ഒരു ചുടുചുംബനം പിള്ള കൊടുത്തു. എത്രയോ നാൾ താൻ കൊതിച്ചൊരു നിമിഷമാണിത് എന്ന തിരിച്ചറിവിൽ ആ വൃദ്ധ ശരീരം മെല്ലെയൊന്ന് വിറച്ചു.